എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ മാക്സിമം തരാൻ പറ്റുന്ന ഓരോ ക്വസ്റ്റ്യനും മാക്സിമം തരാൻ പറ്റുന്ന അത്രത്തോളം എക്സ്പ്ലനേഷനാണ് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പോൾ ഓൾറെഡി ചോദിച്ച ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാനും പറ്റും. എത്ര വലിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. നിങ്ങൾ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഇതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 1, 3 മാത്രമാണ് ശരി. If you increase the storage capacity of the RAM and the processing speed of the computer will increase. RAM is a primary memory. അതായത് ഇവിടെ റാമിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ് സ്പീഡും ഇൻക്രീസ് ആവും. പിന്നെ അതുപോലെ തന്നെ റാം എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെയാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റ് ഓർ എ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് വേർ ഡാറ്റ ഈസ് ടു ബി പ്രോസസ്ഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ് ആർ സ്റ്റോർഡ്. ഇറ്റ് ക്യാൻ സ്റ്റോർ ബോത്ത് ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ആയിട്ടുള്ളതും ഔട്ട്പുട്ട് ആയിട്ടുള്ളതും സ്റ്റോർ ചെയ്യാൻ പറ്റും. 3 ടൈപ്പാണ് മെമ്മറി ഉള്ളത്: പ്രൈമറി, സെക്കൻഡറി, ക്യാഷ് മെമ്മറി. പ്രൈമറി എന്ന് പറയുമ്പോൾ ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് മെയിൻ മെമ്മറി എന്നാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അതിൽ വേണ്ട പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിൽ സെമി കണ്ടക്ടർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ മെമ്മറി എന്നറിയപ്പെടും. വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, വോളറ്റൈൽ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി 2 ടൈപ്പാണ്: റാമും റോമും. ഓക്കെ, റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ സപ്ലൈൻ്റെ ബേസിൽ സ്റ്റോറേജ് നടക്കുന്നതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് പവർ സപ്ലൈ ഉള്ളപ്പോൾ മാത്രം ഡാറ്റ സ്റ്റോർ ചെയ്യുകയും പവർ സപ്ലൈ ഇല്ലാത്തപ്പോൾ ഡാറ്റ ലോസ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, റാം എന്ന് പറയുമ്പോൾ അത് ബൂട്ടിംഗ് അപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഒരു കമ്പ്യൂട്ടറിന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബൂട്ടിംഗ് അപ്പ് ചെയ്യുമ്പോഴോ ആണ് റാം യൂസ് ചെയ്യുന്നത്. ഇതിൽ ടെമ്പററി ആയിട്ടാണ് ഡാറ്റയും പ്രോഗ്രാംസും സ്റ്റോർ ചെയ്യുന്നത്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ സപ്ലൈ ഇല്ലാത്തപ്പോഴോ ഫെയിൽ ആകുമ്പോഴോ ഇൻറപ്റ്റ് ആകുമ്പോഴോ സ്റ്റോപ്പ് ആകുമ്പോഴോ ഒക്കെ ഇതിലുള്ള ഡാറ്റ നഷ്ടപ്പെട്ടു പോവില്ല. ഓക്കെ, റോം എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇത് റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് നമുക്ക് ആ പ്രോഗ്രാംസ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ വായിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ടൈപ്സ് ഓഫ് റോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. PROM ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ യൂസറിന് മെമ്മറി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് ഈ PROMൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിൽ അൾട്രാവയലറ്റ് റേസ് കൊണ്ട് നമുക്ക് കണ്ടന്റ് ഇറേസ് ചെയ്യാൻ പറ്റും. അടുത്തത് EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇവിടെ റിട്ടേൺ കണ്ടൻസ് ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും റീപ്രോഗ്രാം ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, the basic unit of the capacity of data storage device is byte. A byte is 8 bits. A terabyte is 1 terabyte. എത്രയാണ് 1 terabyte എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1000 GB ആണ്. 1000 GB. 1024 KB എന്ന് പറയുന്ന ഒരു MB ആണ്. പിന്നെ 1024 MB എന്ന് പറയുന്ന ഒരു GB ആണ്. 1024 GB എന്ന് പറയുന്ന ഒരു TB ആണ്. ഓക്കെ, dash is the smallest unit of data in a computer. It has a single binary value, either 0 or 1. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിറ്റ് ആണ്. A group of 4 bits is called. ആൻസർ ഓപ്ഷൻ സി, nibble ആണ്, nibble. Dash is a group of 8 bits processed as a single unit for information.
Dash is a group of 8 bits processed as a single unit for information. Answer option A byte ആണ് byte. Which of the following is known as half byte? Half byte എന്നറിയപ്പെടുന്നത് ഏതാണ്? Answer option C nibble ആണ്. Which among the following equipment give regular and accurate quantity of power supply to components like motherboard, processor, hard disk, DVD drive, etc. അതായത് ഈ മദർബോർഡിനും പ്രോസസ്സറിനും ഹാർഡ് ഡിസ്കിനും DVD ഡ്രൈവിനും ആക്യുറേറ്റ് ക്വാണ്ടിറ്റി ഓഫ് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് SMPS. SMPSന്റെ ഫുൾ ഫോം സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഓക്കെ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് GNU Linux. ഓക്കെ, GNU Linux ആണ്. നമുക്ക് ജസ്റ്റ് ബേസിക് ബയോസ് നോക്കാം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതായത് ആ ഒരു ഹാർഡ്വെയർ കമ്പോണൻസിൻ്റെ ആ സിസ്റ്റത്തിലെ ഹാർഡ്വെയർ കമ്പോണൻസിനെ ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളതാണ് ബയോസിൻ്റെ ഫംഗ്ഷൻ. അതായത് ബയോസ് ഇസ് ദ പ്രോഗ്രാം a personal computer's microprocessor uses to get the computer system and system started after you turn it on. It also manages data flow between computer's operating system and attached devices such as the hard disk, video adapter, keyboard, mouse and printer. Functions of operating system: security, control over system performance, job accounting, error detecting aids, coordination between users and other software, memory management, process management, device management. Consider the following pairs. Which of the pairs given above are correctly matched? Correct ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1, 2 മദർ ബോർഡ് എക്സ്പാൻഷൻ സ്ലോട്ട്സ്, CPU അക്യുമുലേറ്റർ. ഓക്കെ. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ CPU എന്ന് പറയുന്ന ഒരു IC സർക്യൂട്ട് പാക്കേജ് ആണ്. ഇത് ഒരു സിലിക്കൺ ചിപ്പാണ്. ഈ സിലിക്കൺ ചിപ്പിനെയാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. CPU കണക്ട് ചെയ്തിരിക്കുന്നത് മദർ ബോർഡിലാണ്. ഓക്കെ. ഹീറ്റ് സിങ്കും ഫാനും ഒരു ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പ്രോസസ്സറിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റൽ കോർ i3, കോർ i5, കോർ i7, AMD ക്വാഡ് കോർ. മദർ ബോർഡ്, പ്രോസസ്സർ ആൻഡ് അതർ കമ്പോണൻസ് ആർ ഇൻക്ലൂഡഡ്. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്. എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഈ ഒരു മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ട്സ് അവൈലബിൾ ആണ്. റാം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ, റാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി മദർ ബോർഡാണ്. മദർ ബോർഡ്. Which among the following is not an external hardware? എക്സ്റ്റേണൽ ഹാർഡ്വെയർ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മദർ ബോർഡ്സ് ആണ്. മദർ ബോർഡ്സ്. എക്സ്റ്റേണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്സൈഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിവൈസസ് ആണ്. എക്സാമ്പിൾ പ്രിൻ്റർ ആണ്. ഓക്കെ. ഹാർഡ്വെയർ റെഫേഴ്സ് ടു ഫിസിക്കൽ എലമെൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, ഓൾസോ റെഫേർഡ് ആസ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ. Examples of hardware in the computer are keyboard, monitor, mouse, processing unit. പിന്നെ അതുപോലെ തന്നെ ഇൻസൈഡ് കമ്പ്യൂട്ടറിൻ്റെ കേസിലുള്ളിലുള്ളതും ഒക്കെ വരും. ദ ഇൻറ്റേർണൽ ഹാർഡ്വെയർ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ആർ ഓഫൺ റെഫേർഡ് ടു ആസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കമ്പോണൻസ്. ഇൻറ്റേർണൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർ ദോസ് that are not commonly exposed, rather form the guts of the device hidden inside the CPU. Its operation is totally essential for the correct behavior of the computer system. Okay.